അച്ഛൻ കഴിച്ചിട്ട് വരും, അമ്മയിട്ട് അടിക്കും. പല അമ്മമാരും പരാതി പറയുന്നതാണ്, അത് കഴിച്ചിട്ട് ഒന്നും എനിക്ക് ഇരിക്കാൻ കൊടുക്കില്ല, പിന്നെ ഇട്ടടിയാണ്. അതെ, ഇതാണ് പിന്നെയുള്ള സീൻ. അതാണ് നമ്മൾ കുട്ടികൾ കാണുന്നത്. അത് കണ്ടുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ വളരുന്നത്. അത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആക്സിഡൻസ്, പെണ്ണുങ്ങൾക്കെതിരായിട്ടുള്ള നിത്യവും നമ്മൾ കാണുന്നതാണ് അക്രമങ്ങൾ, അതുപോലെ തന്നെ റോബറി. അർത്ഥത്തിൽ എടുക്കരുത്, എല്ലാവരും ഈക്വലാണ്, കാരണം അതിലൊന്നും തർക്കമൊന്നുമില്ല. പക്ഷേ ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി കഴിച്ചാൽ അതിൽ വരാതെ പോകുന്ന ഭാവി ഭവിഷ്യത്തുക്കളെ പറ്റി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഏത് പെൺകുട്ടിയും നാളെ അമ്മയാവും. ആ അമ്മയാണ് കുട്ടികളെ വളർത്തേണ്ടത്. ആ അമ്മയിൽ ആ കുട്ടികൾ ചില കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്ത്രീകളുടെ കാര്യം പ്രത്യേകം പറയുന്നത്. പക്ഷേ ചെറുപ്രായത്തിൽ തന്നെ പെൺകുട്ടികൾ ഇത് കഴിക്കാൻ തുടങ്ങിയാൽ അവർക്ക് വരുന്ന കുട്ടികൾക്ക് വരാവുന്ന ഒരു കോംപ്ലിക്കേഷൻസാണ് ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രോം എന്ന് പറയുന്ന ഈ അസുഖം. പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം മാരകമാണ് എന്നുള്ളത് ഞാനും ചിന്തിക്കാറില്ല. ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ ഒരു കസിൻ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ നടക്കുന്ന സംസ്ഥാനം, ഏറ്റവും കൂടുതൽ ഡൈവോഴ്സ് നടക്കുന്ന സംസ്ഥാനം, കല്യാണം കഴിഞ്ഞാൽ പിറ്റേ ആഴ്ച തന്നെ ഫാമിലി ഫ്രണ്ട് കേസാണ്. അപ്പോൾ എനിക്ക് അയാളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഞാനൊക്കെ സ്വന്തം കഴിക്കുന്ന കൂട്ടത്തിലാണ്, പുള്ളിക്കാതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ കാരണം എന്തായാലും ഇതിനൊക്കെ പ്രശ്നം നമ്മൾ അടിസ്ഥാനപരമായിട്ട് മാറുന്നത് പണ്ടിൽ നിന്നും ഒരുപാട് വ്യതിയാനങ്ങൾ നമ്മുടെ സംസ്കാരത്തിൽ. എല്ലാവരും പറയാറുണ്ട്, എന്ത് കഴിച്ചിട്ടങ്ങ് സ്റ്റേജിൽ കയറിയാൽ പിന്നെ അടിച്ച് പൊളിക്കാം എന്ന് പറയും. പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ല, അത് ഡിപ്രസൻ്റാണ്. അതിലേറ്റവും വലിയതാണ് ഈ ആൽക്കഹോൾ കഴിക്കുന്ന ഒരു സംസ്കാരം. പണ്ട് കാലങ്ങളിലൊക്കെ കളിശാപ്പിലൊക്കെ പോവുകയാണെങ്കിൽ അല്ല, ആൽക്കഹോൾ കഴിക്കുകയാണെങ്കിൽ ആരും കാണാത്ത രീതിയിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനല്ല, പബ്ലിക്കായിട്ടാണ്. അപ്പോൾ കഴിക്കുന്നതിന് അവർക്കൊക്കെ ഒരു കണക്കുണ്ട്. അവരൊരു ഡ്രിങ്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു 12 മണിക്കൂർ കൊണ്ടാണ് കഴിക്കുക. ഓരോ സ്റ്റെപ്പ് എടുത്ത് പതുക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടില്ല. ഒഴിക്കേണ്ട താമസം വിഴുങ്ങിക്കണം, ഒഴിക്കേണ്ട താമസം വിഴുങ്ങി, നമ്മുടെ കുട്ടികളെ ഒന്ന് കഴുകി കൂടെ ഒഴിക്കണം. അത്ര രീതിയിലേക്ക് നമ്മൾ അതൊക്കെ തിരിക്കുന്നു. അത് നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല. നമ്മളെന്തോ വലിയൊരു സ്റ്റാറ്റസ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി സ്ട്രോക്സ്, ഹാർട്ട് അറ്റാക്ക്, നമ്മൾ നീണ്ടമായ ഹിസ്റ്ററി എടുക്കുമ്പോഴാണ് പറയുന്നത് കഴിക്കുക കുറേയൊക്കെ കഴിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ ഇപ്പോൾ എന്താ പ്രശ്നം, ഒരു വശം തളർന്നു പോയി. കഴിച്ചത് കുഴപ്പമില്ല, പക്ഷേ ഒരു വശം തളർന്നു. അങ്ങേരൊക്കെ എന്തോരം കഴിക്കേണ്ട ഒരു പ്രശ്നമില്ല. നമ്മൾ മനസ്സിലാക്കി ഇൻഡിവിജ്വൽ വേരിയേഷൻസ് എപ്പോഴും ഉണ്ടാവും, ഇല്ലേ? നേരത്തെ ഞാൻ CT സ്കാൻ റിപ്പോർട്ട് കാണിച്ചാൽ റീസൺസ് വൈ പീപ്പിൾ ടെൻഡ് ടു ഡ്രഗ്സ്. മേജർ ഫാക്ടേഴ്സ് ആർ, വൺ ഈസ് പിയർ പ്രഷർ, സെക്കൻഡ് ഈസ് മീഡിയ, തേർഡ് ഫാമിലി, റോൾ മോഡൽസ്, പെർസെപ്ഷൻ ആൻഡ് ഇൻസെക്യൂരിറ്റി. അപ്പോൾ പിയർ പ്രഷറാണ് പ്രധാനം. 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒരാളെ ഫോൺ ചെയ്ത് പറയാം, വരുമ്പോൾ പൈസ കൊണ്ടുവരണം കേട്ടോ. അപ്പം അമ്മ ചോദിച്ചു, എന്താണ് നീ വൈകും പൈസ? വേറെ ഒന്നുമല്ല, എനിക്ക് കുറച്ച് പൈസ വേണ്ടാത്ത. പക്ഷെ സത്യമല്ല, ഇവൻ ഡ്രഗിൻ്റെ ഏജൻറ്റാണ്. അപ്പോൾ ഡ്രഗിൻ്റെ ഏജൻറ്റാണ്, ഡ്രഗ് കൊടുത്താൽ പൈസ എന്നാലും ഞാൻ തരുള്ളൂ എന്നുള്ളതിൻ്റെ സൂചനയാണ് ആ കുട്ടി കൊടുത്തത്. ഇത് 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി. അപ്പോൾ പലപ്പോഴും കുട്ടികൾ പറയുന്നത്, ഒരു സ്വല്പം അടിച്ച വിരോധം തരുന്ന നല്ല രസമാണ്, വാ അടിച്ചു നോക്കാം, അടിച്ചു നോക്കി. അതാണ് പ്രിയ പ്രഷർ. ഞാൻ ചികിത്സിച്ചിരുന്ന ഒരു പെൺകുട്ടി 10ാം ക്ലാസ്സിൽ ടോപ്പാണ്, ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻറ്റ് ഓഫ് ദ സ്കൂൾ. 11ാം ക്ലാസ് ആയപ്പോൾ 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. പേരൻസ് രണ്ടുപേരും എഡ്യൂക്കേറ്റഡ് ആണ്, എംപ്ലോയിഡ് ആണ്. അപ്പോൾ ഒരു ദിവസം കൗൺസിലിങ്ങിന് വന്നപ്പോൾ എന്ത് ചെയ്താൽ ആ കുട്ടി ഒന്നും പറയില്ല, ഒരു കുഴപ്പമില്ല, പക്ഷെ വളരെ മൂടിയാണ്, ഡിപ്രസ്ഡ് ആയിട്ടിരിക്കും, അമ്മ പറഞ്ഞാൽ കേൾക്കില്ല, വീട്ടിൽ വന്നാൽ എന്നും ബഹളമാണ്. പക്ഷേ കുറേ സംസാരിച്ച് വന്ന് 3 മണിക്കൂറോളം ടൈം എടുത്തു. അപ്പോഴാണ് കുട്ടി പറയുന്നത്, ഞങ്ങളുടെ ആൺകുട്ടികൾ ഒരുമിച്ചിരുന്ന് കഞ്ചാവ് വലിക്കും ദിവസം 4 മണി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു കോർണറുണ്ട്, അവിടെ പോയിരുന്ന് ഞങ്ങൾ കഞ്ചാവ് വലിക്കും. 3 മാസത്തെ ചേഞ്ചാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ കുട്ടികൾ പോയി കഴിഞ്ഞു. പിന്നെ മീഡിയ നമുക്കറിയാമല്ലോ, പ്രത്യേകിച്ച് മലയാള സിനിമകളിൽ ഒരു സിനിമയെ പോലും ആൽക്കഹോൾ കഴിക്കാത്ത ഒരു സിനിമ പോലും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ കുട്ടികൾ ഇതെല്ലാമാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ഇതെന്താ ഒരു സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണെന്നല്ല. മീഡിയയിൽ നിന്നിട്ട് അവരെ എഴുതി കാണിക്കും, ഇത് സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്, ആൽക്കഹോൾ ഡാമേജസ് ഹെൽത്ത്, ഇങ്ങനെ ഒരു പോയിന്റ് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ ക്ലിയറൻസും കിട്ടിക്കഴിഞ്ഞു. പക്ഷേ അത് കാണുമ്പോഴാണ് കുട്ടികൾക്ക് ആവേശം കൂടുന്നത്. നമുക്കറിയാം, അഡോളസെൻ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരാവേശത്തിൻ്റെ കാലഘട്ടമാണ്.
എന്തും എപ്പോഴും ചെയ്യാൻ അങ്ങനെ ആവേശത്തോട് കുടിക്കുന്ന അതുകൊണ്ടാണ് നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലൊക്കെ ദിവസം ദിനം പ്രതി അടി ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞാൽ അവർ പറയും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്നൊരു കാലഘട്ടത്തിൽ ചിന്തിക്കും. പിന്നെ ഫാമിലി, നേരത്തെ പറഞ്ഞ ഫാമിലി പ്രോഗ്രാം, റോൾ മോഡൽസ്, നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് ആരാണ്? അവരിത് ചെയ്താൽ അവരെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞത് പേരൻസ് റോൾ മോഡൽസ് ആയിരിക്കണം. പേരൻസ് റോൾ മോഡൽസ് ആവണമെങ്കിൽ പേരൻസ് ഇത് കഴിച്ചിരിക്കരുത്. നമ്മൾ നേരത്തെ ഒരു കുട്ടിയോട് പറയുകയാണ് നീ കഴിക്കരുത് എന്ന് വിരൽ ചൂണ്ടാൻ നിങ്ങൾക്ക് പറ്റണമെങ്കിൽ നിങ്ങളത് കഴിക്കാത്ത ആളാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പറയാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഒരു നല്ല വെരി റിച്ച് ഫാമിലി, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോനാണെങ്കിൽ പെർഫെക്റ്റ് ആയിരുന്നു 10ാം ക്ലാസ്. 11ാം ക്ലാസ്സിൽ വന്നപ്പോൾ 2-3 മാസം കഴിഞ്ഞപ്പോൾ സ്വഭാവത്തിൽ ഒരുപാട് വ്യതിയാനങ്ങൾ. അപ്പോൾ അവന് ഒരു ദിവസം അമ്മ ബാഗ് നോക്കിയപ്പോഴാണ് 2 കുപ്പി വിസ്കി കണ്ടു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, ഭയങ്കര വീടല്ലേ പണിതിരിക്കുക? എൻ്റെ ഭയങ്കര വീടാണ്, ഒരു മിനി ബാറൊക്കെ ഉണ്ടാവില്ല വീട്ടിൽ. പിന്നെ ഞങ്ങൾ കൂട്ടുകാരൊക്കെ അടിച്ചു വിളിക്കേണ്ട ഒരു മിനി ബാറൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു അത്രയെല്ലാം അവൻ ചെയ്തുള്ളൂ. അവൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് അടിച്ചു വിളിച്ചു. അപ്പോൾ ആരാ റോൾ മോഡലാവേണ്ടത്? അപ്പം നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും നമ്മൾ